മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഉംറയും ചെയ്യണേ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കുകയാണ്. അല്ലാഹുവേ, എങ്ങനെയാണ് ഹജ്ജിന്റെ മാസത്തിലല്ലേ ഹജ്ജ് ചെയ്യാൻ പറ്റൂ, പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുക? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് നമസ്കാരം കഴിയുമ്പോൾ മാത്രം പറയാനുള്ള ദിക്റല്ല. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് 33ഉം 34ഉം പറയാൻ മാത്രമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യനീ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അല്ലെങ്കിൽ 33 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യനീ ദിക്റുകൾ പറഞ്ഞിട്ട് കിടന്ന അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ മോനെ ചെയ്യുന്നത്? പടച്ചവനെ, മൊബൈൽ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്നവർ, പാട്ട് കേട്ടുറങ്ങുന്നവർ, പ്രഭാഷണം കേട്ടുറങ്ങുന്നവർ. പലരും പറയും, ഉസ്താദേ പ്രസംഗം കേട്ടാലേ ഉറക്കം വരൂ. പലരും പറയാറുണ്ട്, ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം അത് കേൾക്കുമ്പോൾ അറിയാതെ ഉറക്കം വരും, അതാ കരുതാ. ചിലരെന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ, ചിലര് പാട്ട്. എൻ്റെ സഹോദര, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ്. എന്തേ പ്രതിഫലം? ഹജ്ജ് ഉംറയുടെ പ്രതിഫലം. അല്ലാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ? എല്ലാ ദിവസവും നമ്മളിത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. എല്ലാ രാത്രിയിലും ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ശഫാഅത്ത് നിനക്ക് കിട്ടണം. അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം. നബിയേ, അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, 10 സ്വലാത്തിന്റെ പേരിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു 10 സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ പേരിൽ അപ്പം 4 കാര്യമാണ്. 1, ഒരു ഖത്തം ഓതണം, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകൾ ഓതണം. 2, എന്റെ പ്രിയപ്പെട്ടവരെ, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. 3, ഹജ്ജും ഉംറയും ചെയ്തു. അതിനു വേണ്ടി നീ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകൾ നീ പറയൂ. അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 സ്വലാത്ത് പറഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാറുള്ള ഭാഗ്യമാ. ഈ 4 കാര്യം ചെയ്യുന്നതിലൂടെ നിന്നെക്കാളും ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഈ 4 കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത്? 1, അവൻ ഉറങ്ങുന്നത് ഖത്തം ഓതിയിട്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. 2, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാ ഉറങ്ങുന്നത്. 3, അല്ലാഹ് ഹജ്ജിന്റെ പ്രതിഫലം തന്നെ സ്വർഗ്ഗമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്റെ പ്രതിഫലം
സ്വർഗമാ. അമ്മയുടെ പ്രതിഫലം ഉംറ ചെയ്തവന് അവനും പ്രതിഫലം സ്വർഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. ആ രാത്രി മരിച്ചാ അവന് സ്വർഗമല്ലാതെ വേറെന്തുണ്ട് സഹോദരാ? അല്ലാഹുവേ, 10 സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അവസരമാ. പ്രവാചകന്റെ ശഫാഅത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ 4 കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രിയാണ് മലക്കുൽ മൗത്ത് അസ്റായീലിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാളും ഭാഗ്യവാനാരാ? പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ. ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരു അതിഥി വരും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ നീ കിടന്നുറങ്ങുന്ന രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ ഒരു അതിഥിയെ കൂടെ കാണാം. മരിക്കുന്നതിന് മുമ്പ് ഒരു അതിഥിയെ കൂടെ കണ്ടിട്ട് മരിക്കാ. ആരെയെന്നറിയുവോ? ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങിയാ ഇബാദത്തിന്റെ കൂലിയാ. നീ ഉറങ്ങുന്നതും ഇബാദത്താണ്. ഒന്ന് മുറിയാതിരിക്കട്ടെ. നീ കിടക്കുമ്പോ ഒന്നുപെടുത്തട്ടാട് കിടക്കുന്നതെങ്കിൽ പലരും ചോദിക്കും, ഉസ്താദേ, ഭാര്യയെ തൊട്ടാൽ ഒന്ന് മുറിയുമല്ലോ. മുറിയട്ടെ സഹോദരാ. ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. ഒന്ന് മുറിയുമല്ലോ. മുറിഞ്ഞു പോകട്ടെ, നിനക്കെന്താണ്? നീ കിടക്കുന്ന സമയത്ത് ഒന്നുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ കൂലിയാ. നിന്റെ ഉറക്കവും ഇബാദത്താ. തലയുടെ ചുവട്ടിലും മലക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. ഇബാദത്തിന്റെ കൂലി കൊടുക്കടേ അല്ലാ. സുബ്ഹി വരെ ഒരു മലക്ക് നിന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത്, അല്ലാഹുവേ, ഇബാദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാനാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുകെ പിടിക്കണം, നിങ്ങളും മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. ഒന്നുകൂടി വേണം മരിച്ചാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്നാണ്. അല്ലാഹുവേ, ഈമാനുള്ള മരണം തരണേ അല്ലാ. സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഈ പറഞ്ഞ 5 കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ അല്ലാ. ഈമാനുള്ള മരണം കിട്ടിയാൽ ഈ പായിപ്പാട് പള്ളിയിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു വിശിഷ്ട അതിഥി വരുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ചില ആൾക്കാരുടെ മയ്യത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ കൊണ്ടുവെക്കുമ്പോൾ ഒരു അതിഥി വരും നിസ്കരിക്കാൻ. അള്ളാഹു നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ആ അതിഥി അള്ളാഹുവെ പങ്കെടുക്കുന്ന ഒരു മയ്യത്ത് നിസ്കാരമാക്കണേ റഹ്മാനെ. ഒരാൾ വരും, ഒരു മഹാൻ വരും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരായിരിക്കും?
പറ, അറിയോ? നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു മഹാൻ വരും. നീ ആരായാൽ ഞാൻ പറയുന്ന ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ, ഞാൻ പറയുന്ന ഒരു നല്ല കാര്യം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ, നിന്റെ മയ്യത്ത് ഈ ലോകത്തെവിടെ വെച്ച് നിസ്കരിച്ചാലും അതിനകത്ത് അള്ളാഹു ആദരിച്ച ഒരു വലിയ മഹാൻ നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇപ്പൊ 5 കാര്യം പഠിച്ചില്ലേ? 5 എണ്ണം പഠിച്ചോ? ഇന്ന് രാത്രി അത് ചെയ്തു നോക്ക്. ഈ പറഞ്ഞ 5 കാര്യം ഒതുവോടുകൂടി ഒതുവെടുക്കണം, ഖത്തം ഓതണം, പൊരുത്തം ചോദിക്കണം, പ്രവാചകന്മാരുടെ പൊരുത്തം വേണം, ലോകത്തുള്ള എല്ലാവരുടെയും കോടിക്കണക്കിന് നന്മ ചെയ്തിട്ട് കിടന്നുറങ്ങണം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഇന്നു മുതൽ അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച വരെ നിങ്ങളിന്ന് ചെയ്തു നോക്ക്. അൽഹംദുലില്ലാ, ആയുസ്സുണ്ടെങ്കിൽ നമുക്കന്ന് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസൂയ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഷാജിക്കായെ കുറിച്ച്, ഷാജിക്കായ തിന്നണ്ട, ഷൗക്കത്തുകാൻ കുഴപ്പമില്ലല്ലോ, ഷൗക്കക്കായെ കുറിച്ച് ഞാൻ അസൂയ വെച്ചാൽ, അസൂയ ഷൗക്കക്കായിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്നിലേക്ക് വരും. ആദ്യം പണി എനിക്ക്, പിന്നെ പോകത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അസൂയ വെച്ചിട്ടുണ്ടെങ്കിൽ അവനുണ്ടാകുന്ന 10 വിപത്തുകൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, നെഞ്ചു പിടയ്ക്കുന്നുണ്ടോ? നെഞ്ചു പിടയ്ക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറ്റൊരുത്തിന് കൊടുക്കുന്ന അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന ശിക്ഷ 10 ശിക്ഷകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അതിൽ അസൂയപ്പെടുന്ന മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവേ, അവന് കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അവന് ലഭിക്കുകയില്ല. കാരണം എന്തേ? അള്ളാഹു നീതിമാനല്ലെന്നാണ് നീ പറഞ്ഞത്. 1ാമത്തെ കാരണം, അള്ളാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അള്ളാഹ് അവന് കൊടുത്തു, എനിക്ക് തന്നില്ല. അപ്പൊ നീ കാണിച്ചത് ശരിയല്ല അള്ളാഹ്. അതാണ് അസൂയയുടെ അർത്ഥം. മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ കരുണ കിട്ടുവോ? അള്ളാഹ് നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവന് പിന്നെ കരുണ കിട്ടുവോ? കിട്ടൂല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാണ്. 2 പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാത്തവനുമായിട്ടും മലക്കുകൾക്ക് കൂട്ടുകെട്ടില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ അവനുമായിട്ടുള്ള ബന്ധം അങ്ങ് മുറിക്കുകയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവനുമായിട്ട് മലക്കുകൾക്ക് യാതൊരു ബന്ധവുമില്ല. മലക്കുകൾ അവനെ കൈവിടുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ കൈയൊഴിയുകയാണ്. 3ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവന്റെ മരണവേദന വല്ലാത്തതാ. അവന്റെ മരണവേദന കഠിനമാണ്. കഠിനമായ വേദന, സാധാരണമുള്ള വേദന ല്ല. മലക്കുകളല്ലേ കരുണ കാണിക്കേണ്ടത്? അല്ലാഹുവേ, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കം തന്റെ അനുയായികളെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കാതിരുന്നാൽ എന്റെ ഗതി എന്താണ്? നിങ്ങളുടെ ഗതി എന്താണ്? കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, 70 മുതൽ 70,000 വരെ വരുന്ന സംഘമാണ് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ.
എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ 70 മുതൽ 70,000 വരെ. എന്തിനാ മോനെ ഈ ഒരു കൊതുവിന്റെ കടി കടിച്ചാ സഹിക്കാൻ പറ്റാത്തവർ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യർ ആരോഗ്യമുള്ളവൻ ഒറ്റ അടി അടിച്ചാ താഴെ കിടക്കുന്നവർ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും സഹിക്കാൻ കഴിയാത്തവരാ ഞാനും നിങ്ങളും. അങ്ങനെയുള്ള നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് എന്തിനാ 70,000 മലക്കുകള്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹു മരണസമയത്ത് നമ്മളോട് കരുണ കാണിക്കണേ അല്ലാ. അസൂയ വെക്കുന്ന മനുഷ്യ, നിന്റെ മരണവേദന കഠിനമാ, നിന്റെ അവസാനത്തെ വേദന വല്ലാത്ത കഠിനമാ. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ നീ നരകത്തിലേക്ക് അടുക്കുകയാണ്. അസൂയ വെക്കുന്നതിലൂടെ വിറക് തീയ വിറക് തിന്നുന്നത് പോലെ നിന്നെ നന്മകളെ തിന്ന് നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് മുത്തുനബി പറഞ്ഞത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീ നരകത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അവിടെ നിന്ന് അസൂയയും കുശുമ്പുമായി നടക്കുന്ന നീ നരകത്തിലേക്ക് അടുക്കുകയാണ്. റസൂലുള്ളാഹി പറയുന്ന സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്, നരകത്തിലേക്ക് അടുക്കുകയാണ്. അവിടെ നിന്ന് പ്രവാചകം പറയുകയാണ്, 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് വല്ലാത്ത ശിക്ഷയാ. ഖബർ ജീവിതം വല്ലാത്ത ശിക്ഷയാണ്. ആ ഖബറിന്റെ ശിക്ഷ നിനക്ക് താങ്ങാൻ കഴിയുമോ? ആ ഖബറിന്റെ ഞെരുക്കം നിനക്ക് താങ്ങാൻ കഴിയുമോ? എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് പോയി കിടക്കണ്ടവരാ. എന്നെ കൊണ്ടുപോയി കിടത്തുമല്ലോ അല്ലാഹുവേ. മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബർ വിളിക്കുന്ന സിറാജേ വാടാ, ഒരുപാട് നിന്നെ ഉപദേശിച്ചതല്ലേ, എന്റെ മുകളിലൂടെ നീ ധിക്കരിച്ച് നടന്നവനല്ലേ, എന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണണ്ടേ, കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ് എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ ശിക്ഷ വല്ലാത്തതാ. ഏറ്റവും വലിയ ശിക്ഷ എന്തെന്നറിയുമോ? വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സലാം പറഞ്ഞ് കെട്ടിപ്പിടിക്കുമല്ലോ. വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോ അവിടെ നിന്ന് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് കയറ്റുമല്ലോ. ഇതുപോലെ ഖബറിനൊരു സ്വഭാവമുണ്ട് മുസ്ലിമേ. ആരെ കൊണ്ട് വെച്ചാലും ഖബർ കെട്ടിപ്പിടിക്കുകയാണ്. ആരെ കൊണ്ട് വെച്ചാൽ ഒരുത്തനും രക്ഷപ്പെടില്ല. ഈ ലോകത്ത് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലോകത്തിന്റെ പ്രവാചകനാ പറഞ്ഞത്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരേ ഒരു പെണ്ണ് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഒരേ ഒരു പെണ്ണ് മാത്രം, അല്ലാതെ ഈ ലോകത്ത് വന്നവർ മുഴുവനും ഖബറിന്റെ അദാബ്, ആ ഖബറിന്റെ ഞെരുക്കം അനുഭവിച്ചവരാണ്. ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അല്ലാഹ് എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു, എന്റെ സഅദ് രക്ഷപ്പെടുമായിരുന്നു. ആരാ? സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ആ സ്വഹാബി മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. ആ ചെറുപ്പക്കാരന്റെ ഈമാനൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. മലക്കുകളാണ് മയ്യത്ത് ചുമന്നത്, മലക്കുകളാണ് ഖബറടക്കിയത്. ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് 6 അടി മണ്ണിന്റെ അകത്തിറക്കി വെച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, പറ സഹാബാ സുബ്ഹാനല്ലാഹ്, പറ സഹാബാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഖബറിന്റെ ചാരത്തിരുന്ന് കൊണ്ട് മുത്തുനബി പറയുകയാ. സ്വഹാബികൾ ചോദിച്ചു, നബിയേ, എന്തെങ്കിലും അത്ഭുതം കാണുമ്പോഴല്ലേ ഇത് പറയാറുള്ളൂ? എന്തത്ഭുതമാണ് കണ്ടത്? എന്തത്ഭുതമാണ് കണ്ടത്? സ്വഹാബാ, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഖബറിന്റെ അകത്ത് കൊണ്ട് വീട്ടിൽ ഒരാൾ വരുമ്പോ എന്ത് ചെയ്യും? സലാം പറയും, അൽഹംദുലില്ലാഹ്. കേറിയ ഉടനെ മുസാഫഹത്ത് ചെയ്യും, കെട്ടിയൊരു പിടുത്തം ഇല്ലേ? ഇപ്പൊ പിടിക്കത്തില്ല, അല്ലാഹു മാറാകട്ടെ. ഇപ്പൊ പിടിക്കത്തില്ല. പക്ഷെ അങ്ങനെ പഴയ ആൾക്കാരൊക്കെ വീട്ടിലെ ആൾ വന്നാൽ മുസാഫഹത്ത് ചെയ്യും, കെട്ടിപ്പിടിക്കും. കാരണം അതിലൂടെ പാപങ്ങൾ പൊറുക്കും, മനസ്സുകൾ അടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ മുസാഫഹത്ത് ചെയ്യുന്നത് ഇങ്ങനെ വിരൽ മാത്രം.
ഇങ്ങനെയൊക്കെ ആൾക്കാർ സാമ്പത്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഖബറിന്റെ സ്വഭാവം എന്താ? ഖബറിന്റെ അകത്തൊരു മനുഷ്യനെ കൊണ്ടുവച്ച ഖബർ കെട്ടി അങ്ങോട്ട് പിടിക്കും. ഈ 6 അടി മണ്ണിന്റെ കുഴി ഇങ്ങനെ അടുത്തോട്ട് വരും, 2 ഭാഗത്ത് നിന്ന് അടുത്തേക്ക് വരും. ഈ എല്ല് ഇപ്പുറത്ത് വാരി എല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഞെരുക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ലോകത്ത് ഒരേ ഒരു പെണ്ണ് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ? പറ മനുഷ്യന്മാരെ, ആരാ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട മഹദി? ആരാ? ഖദീജയോ? ഇനി ആരാ? ഫാത്തിമ. ഫാത്തിമത്ത് സുഹറ. ഇനി ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കുക. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേരെന്താ? പറ. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാരാന്ന് കണ്ടുപിടിക്കട്ടെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആരാണ് ആ മഹദി? ആരാണെന്ന് കണ്ടുപിടിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹദിയുടെ മഹത്വം കൊണ്ടല്ല ഖബർ ഞെരുക്കാഞ്ഞ്, ആ മഹദിയുടെ മഹത്വം കൊണ്ടല്ല ഖബർ ഞെരുക്കാഞ്ഞ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നതിന് മുമ്പ് ഖബറിൻ്റെ അകത്തിറങ്ങി. റസൂലുള്ളാഹി തങ്ങൾ ഖബറിൻ്റെ അകത്തിറങ്ങിയിട്ട് കമീസ് ഊരി, എന്നിട്ട് ഖബറിൻ്റെ അകത്ത് മണ്ണിനകത്തിറങ്ങി കടന്നു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹ് എൻ്റെ വളർത്തുമ്മയാ പടച്ചവനെ, അല്ലാഹുവേ എൻ്റെ വളർത്തുമ്മയാ പടച്ചവനെ. ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാണ്? ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ ഖബറിൻ്റെ അകത്തിറങ്ങി വസ്ത്രം ഊരി മാറ്റിയിട്ട് കരഞ്ഞു ദുആ ചെയ്തു, അല്ലാഹ് എൻ്റെ ഉമ്മച്ചി, അല്ലാഹ് എന്നെ പൊന്നുപോലെ നോക്കിയതാ, എനിക്ക് പാല് തന്നതാ, എൻ്റെ ഉമ്മാനെ ഞെരുക്കല്ലേ എന്ന് മുത്തുനബി ദുആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഖബർ ഞെരുക്കാഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പം അസൂയയും പറഞ്ഞുകൊണ്ട് കുശുമ്പുമായി നടക്കുന്നവനെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ ഖബറൊരു ഞെരുക്കം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുകയാണ്, അതാ അസൂയ വെക്കുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന 10 ശിക്ഷകളാണ് എണ്ണി പറയുന്നത്. ഒന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. 2 മലക്കുകൾ അവനുമായിട്ടുള്ള ബന്ധം അവിടെ നിന്ന് മുറിക്കുകയാണ്. 3 അവൻ്റെ മരണവേദന വല്ലാതെ കാഠിന്യമാവുകയാണ്. 4 അവൻ നരകത്തിലേക്ക് അടുക്കുകയാണ്. 5 അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. 6 അവൻ്റെ ഖബറിൻ്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാ. 7ാമത്തെ കാര്യം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായ കാര്യമല്ല. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ കൂടെ ഒരിക്കൽ ഇങ്ങനെ ഖബർസാലിലൂടെ നടന്നു പോകുമ്പോ, ഒരു സ്ഥലത്തു കൂടെ നടന്നു പോകുമ്പോൾ ഖബർ കാണുകയാ. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ആ ഖബറിന്റെ മുകളിൽ ഒരു കമ്പെങ്കിലും ഒന്ന് കുത്തിവെക്ക് സഹാബാ. എന്തെങ്കിലും ഒരു ചെടിയെങ്കിലും, ഒരു കമ്പെങ്കിലും ആ ഖബറിന്റെ മുകളിൽ കുത്തിവെക്ക്. അല്ലാഹു ആ മനുഷ്യനോട് കരുണ കാണിക്കട്ടെ. അവർ 2 പേരും ഖബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ഖബറാളികളും ഖബറിന്റെ അകത്ത് വലിയ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് നബിയെ? നിസാരമായി തള്ളിക്കളഞ്ഞ 2 പാപത്തിന്റെ പേരിലാ. റസൂലുള്ളാഹി തങ്ങൾ ഖബറിന്റെ ചാരത്ത് കൂടെ പോകുമ്പോ 2 ഖബറിന്റെ അകത്ത് അദാബ് നടക്കുന്നത് കണ്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്തേ കാരണമെന്നറിയുമോ? ഖബറിന്റെ മുകളിൽ ചെടി നട്ട് വെക്കുന്നത് വെറുതെയല്ല. അല്ലാഹുവേ, ഖബറിന്റെ മുകളിൽ നിൽക്കുന്ന ചെടി വെട്ടി മുറിച്ച് കളയാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വേരിങ്ങനെ മനുഷ്യന്റെ ഖബറിന്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങുമ്പോ അതിന്റെ ഇലകൾക്ക് പകരം അല്ലാഹു പാപം പുറത്തു കൊടുക്കുകയാണ്, കരുണ കാണിക്കുകയാണ്. ആ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ ഇരിക്കുന്ന ചെടിയുടെ പേരിൽ അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുമെന്ന് വെറുതെ പറഞ്ഞു തന്നതല്ല. റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, 2 തെറ്റുകൾ ചെയ്തതിന്റെ പേരിലാണ് ജനങ്ങളത് നിസാരമായി കാണുന്ന തെറ്റുകൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ തെറ്റുകൾ സൂക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഖബർ ശിക്ഷ നടക്കുന്നത് 2 പാപം ചെയ്തതിന്റെ പേരിൽ. പക്ഷേ ജനങ്ങൾ അത് നിസാരമായിട്ട് കാണും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതാ 2 പാപം എന്നറിയോ?
ഒന്നാമത്തെ മനുഷ്യൻ ചെയ്ത പാപം മലമൂത്ര വിസർജനം നടത്തിയിട്ട് നേരെ ജുബ മൂത്രം ഒഴിച്ചിട്ട് നേരെ ജുബ വൃത്തിയാക്കാറില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂത്രമൊഴിച്ചിട്ട് മൂത്രമൊഴിച്ചിട്ട് തിരുതി ഓടുക, ഓടി അങ്ങോട്ട് പോകാം, ഡീസൽ അടിക്കുക, ഓടുക, പമ്പി നിൽക്കണ പോലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ചില ആൾക്കാർ ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചിട്ട് പിന്നെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ആക്കും, എഴുന്നേക്കും, ഇരിക്കും. നമ്മൾ എന്തിക്കും, ഓനെന്താടാ ഇങ്ങനെ, ഓനെന്താ ഇങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചുമയ്ക്കുന്നതിലൂടെ, തൊണ്ട അനക്കുന്നതിലൂടെ, എഴുന്നേറ്റ് ഇരിക്കുന്നതിലൂടെ ആ മൂത്രം സർവ്വതും പുറത്തേക്ക്. അവസാനത്തെ തുള്ളി മൂത്രമും വെളിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യാതെ ഓടിച്ചില്ല, മൂത്രം ഒഴിക്കുക, ഓടുക. ഓടി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നടന്നു പോകുമ്പോഴാണ് 2 തുള്ളി വസ്ത്രത്തിൽ വീണത്. ഇപ്പം പിന്നെ പാൻ്റ് ഇട്ടേക്കുന്നത് കാരണം നിന്നിട്ടുള്ള ഡീസലടിയാണല്ലോ, ഇരുന്ന് ഇരിക്കാൻ പറ്റൂലല്ലോ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ നിന്നൊരു മൂത്രം ഒഴിക്കൽ. പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, നിന്ന് മൂത്രം ഒഴിക്കാൻ വരണം. എന്ത് മസലാലിച്ചേക്ക്. പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം, നിന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഒരു സജ്ജീകരണം. നമ്മുടെ ദീൻ എന്തേ പറഞ്ഞത്? നിന്നാണോ മൂത്രം ഒഴിക്കേണ്ടത്, ഇരുന്നാണോ? കിടന്നില്ലേ? എങ്ങനെയാ മനുഷ്യൻ പറ? ഈ ഇരുന്ന് മൂത്രം ഒഴിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നീ പറയുന്നത്, ഉസ്താദേ എൻ്റെ പാൻറ് ഊരാൻ പറ്റത്തില്ല, ഊരിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്ക്. മൂത്രമൊഴിച്ച് അതിൻ്റെ സർവ്വതും പോയതിന് ശേഷമേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവൂ. സൂക്ഷ്മതയില്ലാതെ ചാടി എഴുന്നേറ്റ് ഓടുമ്പോൾ പിന്നെ അവിടെ എങ്ങാനും ഇരിക്കുന്ന ഒരു തുള്ളി വസ്ത്രത്തിൽ വീണ നിസ്കാരം ശരിയാവുമോ? പോയില്ലേ, സർവ്വതും പോയില്ലേ. അപ്പൊ നിസ്സാരമായ ആ പാപത്തിനെ കണ്ടതുകൊണ്ടാ ഖബറിൻ്റെ അകത്ത് അദാബ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 അസൂയ. 2 കിട്ടുമ്പോൾ 4 പേര് കൂടുമ്പത്തേക്ക് അൻസാരിയോ പടച്ചോനോ ഓൻ്റെ കാര്യം നമുക്കറിയാം, എങ്ങനെ കടയൊക്കെ വെച്ചേ നമുക്കറിയാം, അങ്ങോട്ട് തുടങ്ങാം. 4 പേര് കൂടിക്കഴിഞ്ഞാൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സാരമായി തള്ളിക്കളയേണ്ട പാപമല്ല സഹോദര. അതിൻ്റെ ഗൗരവം നമുക്ക് നമ്മൾ കള്ളുകുടിയനെയും വ്യഭിചാരിയെയും പലിശ തിന്നുന്നവനെയും നിസ്കരിക്കാത്തവനെ കുറിച്ചാണ് അത് പറയണേ. ഓൻ ഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ? കള്ളു കുടിച്ചവൻ നാളെ അള്ളാടെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ള പറയുക, ഞാൻ നിനക്ക് പുറത്തു വന്നെന്ന് പറഞ്ഞാൽ ഓൻ രക്ഷപ്പെട്ടില്ലേ? ഞാൻ നിങ്ങളെ കുറിച്ചിട്ട്, മുസമ്മിൽ ഉസ്താദിനെ കുറിച്ച് നാട്ടുകാരുടെ മുന്നിൽ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് നാണം കെടുത്തിയിട്ട് ഞാൻ അള്ളാടെ മുന്നിൽ പോയി എനിക്ക് സ്വർഗം കിട്ടുമോ? അള്ള പറയണ്ട, ആദ്യം പോയി സിറാജെ മുസമ്മിലിനോട് പോയി പൊരുത്തം വാങ്ങിച്ചിട്ട് വരാൻ. ആദ്യം ഞാൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവൻ്റെ അടുക്ക പോയി പൊരുത്തം ചോദിക്ക്. അള്ളാഹുവും സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം അള്ളാഹു കരുണയുള്ളവനാ പുറത്തു തരും. പക്ഷെ മനുഷ്യനുള്ളതേ നമ്മൾ തന്നെ തീർക്കണം. അങ്ങോട്ട് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നാവ് കിട്ടുമ്പോൾ കയറിയിരുന്നങ്ങോട്ട് പറയുമല്ലോ. ഈ പറഞ്ഞത് മുഴുവനും തിരിച്ചെടുക്കാൻ പറ്റും. അതാ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, വായിന്ന് വീഴുന്ന വാക്ക് സൂക്ഷിച്ചുകൊള്ളാൻ. അത് ഒരു മനുഷ്യന്റെ തല്ലിയ എത്തി കഴിയുമ്പോൾ വേദന മാറും. പക്ഷെ പറഞ്ഞ ഒരു വാക്ക്, അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞത്, നിങ്ങൾ അധികം സംസാരിക്കരുതെന്ന്. അതുകൊണ്ടാണ് സ്വഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടുകൊണ്ട് നടന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാ, അസൂയയുമായി നടക്കുന്ന മനുഷ്യ, നിനക്ക് കിട്ടുന്ന അടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ, നിന്റെ ഖബർ ശിക്ഷ വല്ലാത്തതാണ്. നിന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോവുകയാണ്. ഇതിലൂടെ അസൂയ വെക്കുന്നതിലൂടെ നീ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളും അവിടെന്ന് പൊളിഞ്ഞു പോവുകയാണ്. അവിടെന്ന് പ്രവാചകൻ പറയുകയാ, നീ അള്ളാനെ വേദനിപ്പിച്ചവനാണ്. പ്രവാചകൻ പറയുന്നു, അതുപോലെ മുത്തുനബിയെയും നീ വേദനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെയും നീ വേദനിപ്പിക്കുകയാ. മുത്തുനബി മദീനത്ത് മസ്ജിദുൻ നബവിയുടെ പച്ചക്കുബ്ബയുടെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുണ്ടല്ലോ, നീ ചെയ്യുന്നത് അറിയുന്നുണ്ടല്ലോ, നീ ചെയ്യുന്നത് മലക്കുകൾ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുകയാണ്, അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ കോപം നിനക്ക് ലഭിക്കുകയാ. റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിപ്പിച്ച് 9ാമത്തെ ശിക്ഷ, അള്ളാന്റെ കോപം നിന്റെ മേലുണ്ടാവുകയാണ്.
10ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഏറ്റവും വലിയ മിസ്കീൻ നീയാടാ പൊന്നുമോനെ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ അവിടെന്ന് ചോദിച്ചു സഹാബ, പാപ്പരെന്ന് പറഞ്ഞാൽ ആരാ സഹാബ? പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ സ്വഹാബ? പണമില്ലാത്തവനല്ല, വീടില്ലാത്തവനല്ല, വസ്ത്രമില്ലാത്തവനല്ല, ഏറ്റവും വലിയ പാപ്പരാരെന്നറിയുമോ? നാളെ മീസാനിന്റെ മുന്നിൽ നിസ്കാരം ചുമന്നുകൊണ്ട് പോവുകയാണ്. ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയതുണ്ട്, ഒരുപാട് സദഖ കൊടുത്തതുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ഒരുപാട് സൽക്കർമ്മമായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു നിസ്കാരമെടുത്തൊരുത്തന് കൊടുക്കുന്നു. പടച്ചവനെ, ഇവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞവനാണ്. അവസാനം അല്ലാഹുവേ നിന്റെ നന്മയെടുത്തവന് കൊടുക്കും, നിന്റെ നന്മയെടുത്തവന് കൊടുക്കും. അങ്ങനെ പടച്ചവരെ, നീ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നാട്ടുകാര് കൊണ്ടുപോവുകയാ. നിന്റെ നാവ് വരുത്തി വെച്ച വിനയാ സഹോദരാ. അവസാനം ഒന്നുമില്ല, അവന്റെ തെറ്റുകൾ നിന്റെ തലയിൽ കെട്ടിവെക്കും. അവസാനം നരകത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരെ കുറിച്ച് നല്ലത് കരുതൂ, എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കൂ, എല്ലാവർക്കും നന്മ കിട്ടാൻ ദുആ ചെയ്യൂ. നീ മാത്രം നന്നായാ പോരാ, എല്ലാവരും നന്നാകണം, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഹാത്തിമുൽ അസമ്മ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്നു, ഉസ്താദ്, എനിക്കൊരാളോടും അസൂയയില്ല, ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല. കാരണം അല്ലാഹു എനിക്ക് എഴുതിയത് എനിക്ക്, അവൻ എഴുതിയത് അവന്. അല്ലയല്ലേ ഇത് പറഞ്ഞത്, അല്ലാഹുവല്ലേ കൊടുക്കുന്നത്. പിന്നെ എന്തിനാ ഞാൻ അസൂയ വെക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാ ശാപവാക്ക്? പലരും ശപിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെയും നിങ്ങൾ ശപിക്കല്ലേ, ഒരാളെയും നിങ്ങൾ ശപിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നല്ലതല്ല. ശപിക്കുന്നവനെ പ്രവാചകൻ അവിടെ നിന്ന് വല്ലാതെ താക്കീത് നൽകിയതാ. മക്കളെ ശപിക്കുന്ന ഉമ്മമാരുണ്ട്, മക്കളെ ശപിക്കുന്ന വാപ്പമാരുണ്ട്. പടച്ചവനെ, ഭാര്യ ഭർത്താവിനെ ശപിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ശപിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നല്ലതല്ല, അത് നിനക്ക് നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം ഞാൻ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ അടുക്ക പോയി പൊരുത്തം ചോദിക്ക്. അള്ളാഹുവും സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം അള്ളാഹു കരുണയുള്ളവനാ പുറത്തു തരും. പക്ഷെ മനുഷ്യനും ഉള്ളത് നമ്മൾ തന്നെ തീർക്കണം. അങ്ങോട്ട് കിട്ടുമ്പോ വാ കിട്ടുമ്പോ നാവ് കിട്ടുമ്പോ കയറിയിരുന്നങ്ങിട്ട് പറയുമല്ലോ. ഈ പറഞ്ഞത് മുഴുവനും തിരിച്ചെടുക്കാൻ പറ്റും. അതാ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, വായിന്ന് വീഴുന്ന വാക്ക് സൂക്ഷിച്ചുകൊള്ളാൻ, വായിന്ന് വീഴുന്ന വാക്ക് സൂക്ഷിച്ചുകൊള്ളാൻ. അത് ഒരു മനുഷ്യന്റെ തല്ലിയ തീരും, തല്ലിയ എത്തി കഴിയുമ്പോൾ വേദന മാറും. പക്ഷെ പറഞ്ഞ ഒരു വാക്ക്, അതുകൊണ്ടാണ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങൾ അധികം സംസാരിക്കരുതെന്ന്. അതുകൊണ്ടാണ് സ്വഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടുകൊണ്ട് നടന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, അസൂയയുമായി നടക്കുന്ന മനുഷ്യ, നിനക്ക് കിട്ടുന്ന അടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ, നിന്റെ ഖബർ ശിക്ഷ വല്ലാത്തതാണ്. നിന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോവുകയാണ്. ഇതിലൂടെ അസൂയ വെക്കുന്നതിലൂടെ നീ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളും അവിടെ നിന്ന് പൊളിഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് പ്രവാചകൻ പറയുകയാ, നീ അല്ലാഹനെ വേദനിപ്പിച്ചവനാണ്, അല്ലാഹനെ വേദനിപ്പിച്ചവനാണ്. പ്രവാചകൻ പറയുന്നു, അതുപോലെ മുത്തുനബിയെയും നീ വേദനിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെയും നീ വേദനിപ്പിക്കുകയാ. മുത്തുനബി മദീനത്ത് മസ്ജിദുൻ നബവിയുടെ പച്ചക്കുബ്ബയുടെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി ഉണ്ടല്ലോ, നീ ചെയ്യുന്നത് അറിയുന്നുണ്ടല്ലോ, നീ ചെയ്യുന്നത് മലക്കുകൾ പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുകയാണ്, അങ്ങനെ അവസാനം അല്ലാഹുവിന്റെ കോപം നിനക്ക് ലഭിക്കുകയാ. റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിപ്പിച്ച് 9ാമത്തെ ശിക്ഷ, അല്ലാഹുവിന്റെ കോപം നിന്റെ മേലുണ്ടാവുകയാണ്. 10ാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഏറ്റവും വലിയ മിസ്കീൻ നീയാടാ പൊന്നുമോനെ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ അവിടെ നിന്ന് ചോദിച്ചു സഹാബ, പാപ്പരെന്ന് പറഞ്ഞാൽ ആരാ സഹാബ? പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ സ്വഹാബ? പണമില്ലാത്തവനല്ല, വീടില്ലാത്തവനല്ല, വസ്ത്രമില്ലാത്തവനല്ല, ഏറ്റവും വലിയ പാപ്പരാരെന്നറിയുമോ?
നാളെ മീസാനിന്റെ മുന്നിൽ നിസ്കാരം ചുമന്നുകൊണ്ട് പോവുകയാണ്. ഒരുപാട് നിസ്കാരമുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയതുണ്ട്, ഒരുപാട് സദഖ കൊടുത്തതുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ഒരുപാട് സൽക്കർമ്മവുമായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു നിസ്കാരമെടുത്തൊരുത്തന് കൊടുക്കുന്നു. പടച്ചവനെ ഇവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞവനാണ്. അവസാനം അല്ലാഹുവേ നിന്റെ നന്മയെടുത്തവന് കൊടുക്കും, നിന്റെ നന്മയെടുത്തവന് കൊടുക്കും. അങ്ങനെ പടച്ചവരെ നീ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നാട്ടുകാര് കൊണ്ടുപോവുകയാ. നിന്റെ നാവ് വരുത്തി വെച്ച വിനയാ സഹോദരാ, അവസാനം ഒന്നുമില്ല. അവന്റെ തെറ്റുകൾ നിന്റെ തലയിൽ കെട്ടിവെക്കും. അവസാനം നരകത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരെ കുറിച്ച് നല്ലത് കരുതൂ, എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കൂ, എല്ലാവർക്കും നന്മ കിട്ടാൻ ദുആ ചെയ്യൂ. നീ മാത്രം നന്നായാ പോരാ, എല്ലാവരും നന്നാകണം, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഹാത്തിമുൽ അസമ്മ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന ഉസ്താദേ, എനിക്കൊരാളോടും അസൂയയില്ല, ഒരാളോടും എനിക്ക് വിദ്വേഷമില്ല. കാരണം അല്ലാഹു എനിക്ക് എഴുതിയത് എനിക്ക്, അവൻ എഴുതിയത് അവന്. അല്ലാഹല്ലേ ഇത് പറഞ്ഞത്, അല്ലാഹുവല്ലേ കൊടുക്കുന്നത്. പിന്നെ എന്തിനാ ഞാൻ അസൂയ വെക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാ ശാപവാക്ക്? പലരും ശപിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെയും നിങ്ങൾ ശപിക്കല്ലേ, ഒരാളെയും നിങ്ങൾ ശപിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നല്ലതല്ല. ശപിക്കുന്നവന് പ്രവാചകൻ അവിടെ നിന്ന് വല്ലാതെ താക്കീത് നൽകിയതാ. മക്കളെ ശപിക്കുന്ന ഉമ്മമാരുണ്ട്, മക്കളെ ശപിക്കുന്ന വാപ്പമാരുണ്ട്. പടച്ചവനെ, ഭാര്യ ഭർത്താവിനെ ശപിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ശപിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നല്ലതല്ല, അത് നിനക്ക് നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ